ചോറ് വിളമ്പട്ടേട്ടാ. അച്ഛൻ വരട്ടെ. അച്ഛനെ നോക്കിയിരുന്ന ചിലപ്പോ പാതിരാത്രിയാവും. നമുക്കുള്ളത് കഴിച്ചു കിടക്കാം. എന്നെ ആരും പിടിക്കണ്ട, പീഡിക്കണ്ടെന്ന് പറഞ്ഞു. വീഴും. ആര്? ഞാനോ? ശരിയായി. അപ്പോ പറഞ്ഞോണ്ട് വന്നത് എന്താന്ന് വെച്ചാ അച്യുതനായർ തറവാടിയ 3 പ്രാവശ്യം ഗുഡ് സർവീസ് സെന്റർ കിട്ടുക, 3 times. ഇന്നും അച്യുതനായർ FIR എഴുതിയതാ. വെള്ളം ചോരില്ല, കേസ് വിധിച്ചിരിക്കും. ആ അച്യുതനാരാണ് ചോദ്യം ചെയ്യണേ. അത് ഒരു ക്രിമിനൽ, നൊട്ടോറിയസ് ക്രിമിനൽ. ഞാൻ പോട്ടെ. നിക്കോട് പറയട്ടെ. ഇനി നാളെ സംസാരിക്കാം. നിങ്ങൾ വീട്ടിലോട്ട് കയറേ, അല്ലെങ്കിൽ അവിടെ നിൽക്കേ. ഞാൻ പോവാ. പറയാനുള്ള കേട്ടിട്ട് പോടോ. ചെന്നിഞ്ഞ് വിളിച്ചോണ്ടല്ലേ. ഇനി ഈ പുരാണം മുഴുവൻ നമ്മള് കേൾക്കണായിരിക്കും. എന്തുകൊണ്ടാ ഇത്? ആ, ഇടയ്ക്കിടയ്ക്കുണ്ട്. ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. നാടകത്തിന് പോകുമ്പോ നല്ല സൽക്കാരവും കിട്ടും. അറിയില്ലടാ, ഇതുവരെ ഇങ്ങോട്ട് പോരടാ. ശീന്ന് പറയിക്കാതെ ഇവിടം വരെ എത്തി. അല്ലതേ അംബിക, വേണ്ട, നീ സംസാരിക്കണ്ട. നീ വിശ്രമിക്കണം. മനസ്സ് വിഷമിപ്പിക്കരുതേ. എല്ലാവർക്കും വേണ്ടി ഞാൻ വിഷമിക്കുന്നുണ്ട്. തീയാണ്, തീ കുടുക്കയാണ് നെഞ്ചിൽ വെച്ചിരിക്കുന്നത്. അറിയോ? അറിയില്ല. അതൊന്നും ആർക്കും അറിയില്ല. ആരറിയാൻ? നിനക്കറിയായിരിക്കും. പക്ഷേ എല്ലാരും അറിഞ്ഞു വരുമ്പോ ഞാൻ ഉണ്ടാവില്ല. സേതുമാധവൻ വന്നിട്ടുണ്ട് സാർ. വിളിക്കേ. സേതുമാധവൻ അല്ലേ? അതെ സാർ. എത്തിയാലുടനെ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അയച്ചിരുന്നില്ലേ ജയിലിൽ നിന്ന്? ഞാൻ ഇന്നലെയാണ് എത്തിയത്. മിനിഞ്ഞാന്ന് റിലീസ് ചെയ്തല്ലേ നിന്നെ? അതെ സാർ. പിന്നെ എവിടെ പോയി? ഒരു കൂട്ടുകാരനെ കാണാൻ. ആരാ അത്? കേശവൻ. നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ. എന്ത് കളി? എന്ത് കളിയാ ഒരുമിച്ച് കളിച്ചിരുന്നത്? എന്താ മിണ്ടാത്ത നീ? ചെറുപ്പത്തിൽ കുട്ടികൾ എന്തൊക്കെയാ കളിക്കുക, അതൊക്കെ. അല്ലാതെ പിടിച്ചുപറിയും മോഷണവും കൊലപാതകവും ഒന്നും അല്ല അല്ലേ? പറടാ വളർന്ന്. സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാ എന്താ പറയാ? അത് ശരി, അപ്പൊ ചോദ്യം എന്നോടായോ? ഇനി എന്താ പരിപാടി? ഒന്നും തീരുമാനിച്ചില്ല. തീരുമാനം എന്നത്തേക്കാവും? സാർ പരിഹസിക്കരുത്. പരിഹസിച്ചാ നീ എന്ത് ചെയ്യും? വിളയ്യാ നീ? മര്യാദക്കൊക്കെ ജീവിച്ചോണം, ഇല്ലെങ്കിലുണ്ടല്ലോ ഈ തടിയൊക്കെ ഞാൻ ഉടയ്ക്കും. സാർ, ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചിട്ട് വന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഞാനൊരു കുറ്റവാളിയല്ല. എന്നോട് അങ്ങനെ പെരുമാറരുത്. പിന്നെ എങ്ങനെ പെരുമാറണാവോ? മനുഷ്യനോട് പെരുമാറുന്ന പോലെ നിയമപരമായി എനിക്ക് ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. സാധാരണ നടപടി തെറ്റിക്കേണ്ടെന്ന് കരുതി വന്നത്. അതിനെന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. നീ എന്നെ നിയമം പഠിപ്പിക്കടാ. ഇടിച്ചതിന്റെ പതിര് കലക്കിയിട്ട് ഒരു കേസിന് രജിസ്റ്റർ വീണ്ടും നിന്നെ ഇരുമ്പടിക്കുള്ളിലാക്കാൻ എനിക്ക് കഴിയും. സാറിന് എന്തും ചെയ്യാൻ കഴിയും. അധികാരത്തിന്റെ കുപ്പായമുണ്ട്. എന്നെ പോലുള്ളവര് ജീവിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാണ്ടാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. എന്നെ പോകാൻ അനുവദിക്കണം സാർ. ഞാൻ വിളിച്ച ആ നിമിഷം അവിടെ ഉണ്ടായിരിക്കണം. ഞാൻ എങ്ങോട്ടെങ്കിലും പോയെങ്കിലും ഒന്ന് ആലോചിക്കുക. എങ്ങട്? ദൂരെ എവിടേക്കെങ്കിലും, ബോംബെയിലോ കൽക്കത്തയിലോ, അങ്ങനെ എങ്ങോട്ടെങ്കിലും. ഇവിടെ നിന്നാ ശരിയാവില്ല. അവിടെയൊക്കെ വെച്ചാ എന്ത് ജോലിയും ചെയ്യാം, കിട്ടാനും എളുപ്പമാണ്. ഇനി എന്റെ കാലം കഴിയാണ്ട് നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. 5-8 കൊല്ലം ഈ അമ്മ കുടിച്ച കണ്ണീര് എത്രയാണെന്നറിയോ? നിന്നെ കണ്ടുകൊണ്ട് മരിക്കണം അമ്മയ്ക്ക്. അച്ഛനും തീരെ വയ്യ, പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഞങ്ങളുടെ കാലം കഴിഞ്ഞ നിന്റെ കൂടെ പിറന്നവർക്ക് പിന്നെ ആരാ ഒരു തുണ?
രമേശൻ ഒരു നിലയ്ക്കായാ പിന്നെ അവനുണ്ടാവും. നിനക്കൊന്ന് ചെന്ന് കാണാറുന്നില്ലേ അവനെ? പോണം, കാണാൻ വലിയ ആശയുണ്ട്. വലിയ ചെക്കനായിട്ടുണ്ടാവും അല്ലേ? മാസത്തിൽ ഒരിക്കലെങ്കിലും വരാറുണ്ടവൻ. അതിനവൻ എവിടെയാ സമയം? പഠിക്കണ ഓരോ പുസ്തകങ്ങൾ കാണണം, ഭാഗവതത്തിന്റെ അത്രയുണ്ട്. വിഷുവിന് ഓണത്തിന് ഒരാഴ്ച വന്ന് നിൽക്കും. ഇവിടെ അവന്റെ പഠിപ്പിനൊക്കെ വല്ല സൗകര്യമുണ്ടോ? അവനെങ്കിലും നന്നായി വരട്ടെ. വക്കീലാവൂന്ന് പറയാറുള്ള ചെക്കൻ, വെളുത്ത കോട്ടും ടെലസ്കോപ്പും ഒക്കെ ഇട്ട്. അവനിത് 3-ാം വർഷമല്ലേ അമ്മേ? മാസാമാസം കാശ് എത്ര അവന് ചെലവെന്നറിയോ? ലത നാടകത്തിന് പോയില്ലായിരുന്നെങ്കിൽ അതും നടക്കില്ലായിരുന്നു. പട്ടിണി കിടന്നാലും അവനെ വലിയ നിലയിലാക്കണം. മതിയമ്മേ. മതിയായോ? ഇങ്ങനെ ചെയ്യണമെന്ന് വലിയ ഇഷ്ടായിരുന്നല്ലോ നിനക്ക്. മതിയായിട്ടല്ല, അമ്മയ്ക്ക് സുഖമില്ലാത്തല്ലേ. ജയിലിൽ കിടക്കുമ്പോഴും ഞാൻ ആലോചിക്കും, ഇപ്പൊ അമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ തലയൊക്കെ മസാജ് ചെയ്യിച്ച് കണ്ണടച്ച് ഞാൻ സുഖമായിട്ടിരിക്കായിരുന്നു. അവന്റെ കൈയും കാലെങ്കിലും വെട്ടാമായിരുന്നില്ലേ നിങ്ങൾക്ക്? ഒരുത്തനെ കൊലക്ക് കൊടുത്തിട്ട് അപ്പന് മതിയായില്ലേ? ഇനി ഞങ്ങളും കൂടി ചാവണോ? ചാവാനല്ലടാ പറയണത്, കൊന്നിട്ട് വരാനാ. കൊന്നിട്ട് എങ്ങോട്ട് വരാൻ? 20 കൊല്ലം വരുമ്പോഴേ ഉണ്ടേണ്ടത്. അതിനാടാ ഇവിടെ വക്കീലും കോടതിയൊക്കെ ഉള്ളത്. ജോസിന്റെ പേരിൽ എത്ര കേസുണ്ടായിരുന്നു? ഞാൻ കൊന്നിട്ടുണ്ടല്ലോ 2 എണ്ണത്തിനെ. 1 കൊല്ലം തികച്ചു കിടന്നിട്ടില്ല ഞാനും എന്റെ മോനും. അപ്പാ, നമുക്ക് ജോസേട്ടന്റെ ചോരയ്ക്ക് പകരം വീട്ടിയാ പോരെ? അതിന് വേറെ എത്ര വഴി കിടക്കണോ? പറഞ്ഞ് മനസ്സിലാക്ക്. എനിക്ക് പോയിട്ട് 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. ഒന്ന് എണീറ്റ് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുത്തന്റെ സഹായം എനിക്ക് വേണ്ട, ഞാൻ മതി. അപ്പാ, അവനെ നമ്മൾ തുണ്ടം തുണ്ടാക്കി നുറുക്കിയിരിക്കും. എടുത്തു ചാടിയ അപകട. നമ്മുടെ വലയെന്ന് അവൻ എങ്ങും പോവില്ലപ്പാ. അവൻ ചത്തു കിടക്കണത് കാണണം എനിക്ക്. അപ്പന് കാണാം, ഞാൻ ചുമന്നോണ്ട് പോയി കാണിക്കും. സന്നിച്ചനാ പറയണ. അതുവരെ അപ്പൻ സമാധാനായിട്ട് കിടക്ക്. ആന്റണിയേട്ടൻ അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. ആന്റണിയേട്ടൻ ജയിലിലല്ലായിരുന്നുണ്ടല്ലോ, ഇപ്പൊ അവന്റെ ശവടക്ക് നടന്നേനെ. ഒരു കാര്യം അപ്പനോട് ഞാൻ പറയാ, എന്റെ കയ്യിൽ ഒത്തു കിട്ടിയാലുണ്ടല്ലോ അവനെ ഞാൻ തീർക്കും, അത് ഉറപ്പാ. സേതുമാധവന്റെ വീടല്ലേ? അതെ. ആളുണ്ടോ ഇവിടെ? എന്താ? ഞാനാ സേതുമാധവൻ. അറിയോ? എന്റെ പേര് ദിവാകരൻ. ഞാൻ ഈ റേഞ്ച് ചാരായം പിടിച്ചേക്കുന്നു. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇരിക്കൂ. വേണ്ട, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കാം. നമ്മളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ജയിലിൽ നിന്ന് വന്ന കാര്യം ഞാൻ മിനിഞ്ഞാന്നാ അറിഞ്ഞത്. എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു? അതോ, എന്നെ ഒന്ന് രക്ഷിക്കണം സേതുമാധവ. വാശിക്ക് വിളിച്ചതായി റേഞ്ച്. അന്യായ കാശായി. ഇപ്പൊ വലിയ നഷ്ടത്തില. സകല മുക്കിലും മൂലയിലും ഉണ്ട് വാറ്റ്. എക്സൈസുകാർ വല്ലപ്പോഴും വന്നൊരു കറക്കം കറങ്ങി പോകുന്നതല്ലാതെ ഒരു കാര്യമില്ല. ഓരോ വരവിനും നമ്മുടെ പോക്കറ്റ് കാലിയാവുകയും ചെയ്യും. ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യം എന്താണ്? പറയട്ടെ. അപ്പൊ നമ്മൾ നേരിട്ട് ഇടപെട്ട് പിടിച്ചാലേ കാര്യമുള്ളൂ. അതിനൊരാള് വേണം. പേര് കേട്ടാ ഞെട്ടണം. നമ്മുടെ കീരിക്കാടൻ ജോസ് ഉണ്ടായിരുന്ന കാലത്ത് പല റേഞ്ചിലും പോയി ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. മൂപ്പർക്ക് നല്ല കാശും കിട്ടിയിട്ടുണ്ട്. എന്റെ റേഞ്ച് സേതുമാധവൻ ഒന്ന് ക്ലീൻ ആക്കി തരണം. ഞാനോ? അതെ, എന്റെ റേഞ്ചിന്റെ കാര്യങ്ങൾ നോക്കുന്നത് നിങ്ങളാണെന്നറിഞ്ഞാ പിന്നെ എല്ലാവരും ഒന്ന് മടിക്കും. കോട പിടിച്ചാ ഇടിച്ചങ്ങ് തകർത്തേക്കണം. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഏറ്റു. കൈത്തേറ്റ് പറ്റി ഇനി ഒരുത്തൻ കാലിയായാലും പ്രശ്നമൊന്നുമില്ലെന്നേ. ഇതുപോലെ 5-8 കൊല്ലം ജയിലിൽ കിടക്കേണ്ടിയൊന്നും വരില്ല. നല്ല കാശും ഞാൻ തരും. എന്താ, എന്റെ കൂടെ നിൽക്കുമല്ലേ? ഇല്ല സേതുമാധവ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. മറ്റാര് തരണേക്കാൾ കൂടുതൽ കാശ് ഞാൻ തരും. നിനക്ക് ഇഷ്ടമുള്ള 1-2 ആളുകളെ കൂട്ടരും വിളിച്ചോ. സാറേ, കഷ്ടപ്പാടുകളുണ്ട്, ധാരാളം പ്രശ്നങ്ങളുണ്ട്. എന്നാലും കൂലിത്തല്ലിന് ഗുണ്ടായിട്ട് എന്നെ കിട്ടില്ല. അതിലും ഭേദം ഞാൻ തെണ്ടും. എന്താ ഇങ്ങനെ പറയണത്? കൂലിക്കെല്ലാം വിളിക്കല്ല, എന്റെ അമ്മയിൽ ജോലിക്കാ വിളിക്കണത്. ജോലി ഇതാണെന്ന് മാത്രം. ആ ജോലി എനിക്ക് വേണ്ട സാർ. നിങ്ങൾക്ക് ആളെ തെറ്റി. ഒരാളെ കൊല്ലേണ്ടി വന്ന് ജയിലിൽ പോയിട്ടുണ്ടെന്ന് വെച്ച് കീരിക്കാടൻ ജോസിന്റെ ലിസ്റ്റിൽ പെടുത്തരുത് തന്നെ. പിന്നെ ഇവനൊക്കെ ഏത് ലിസ്റ്റിലാണോ?
ഞാൻ നടക്കട്ടെ. വലിയ ചെക്കനായി നീ. ഇപ്പൊ കരിമീശ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏട്ടനെപ്പോ എത്തി? 11 മണിക്ക് എത്തിയതാ. വീട്ടിലെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. പരോളാണോ അല്ലെങ്കിൽ? അല്ല, ശിക്ഷ കഴിഞ്ഞു. ഇരിക്കും. അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, അസുഖം ഭേദമുണ്ട്. മരുന്നൊക്കെ കഴിക്കണു. നീ വീട്ടിലോട്ടൊരു കത്തയച്ചിട്ട് 1 മാസമായെന്ന് പറഞ്ഞു. സമയം വേണ്ടേ? പിന്നെ ഇവിടെ എന്ത് വിശേഷമുള്ളത്? ആ, കാശ് വല്ലതും തന്നു വെച്ചിട്ടുണ്ടോ? കാശ് എന്റെ കയ്യിലുണ്ട്, കുറച്ച് കാശ്. ഇവിടെ ഞാൻ എങ്ങനെ കഴിയുന്നറിയോ? നല്ലൊരു പാന്റ് ഷർട്ടും ഇല്ല, കറക്റ്റ് സമയത്തിന് ഫീസ് കൊടുക്കാനില്ല. വീട്ടിലെ സ്ഥിതി നിനക്കറിഞ്ഞൂടെ? വീട്ടിലെ സ്ഥിതി ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? നാടകം ഉള്ളതിനനുസരിച്ച് ഫീസ് തരാന്ന് പറയാൻ പറ്റൂ? മനസ്സിലാക്കണമെന്നേ പറഞ്ഞുള്ളൂ. 1000 ഉണ്ടല്ലേ? ആ. എൻട്രൻസ് എഴുതി പാസ്സായപ്പോ ഞാൻ പറഞ്ഞ അച്ഛനോട്, നമുക്കിത് വേണ്ട, ഞാൻ വല്ല വർക്ക്ഷോപ്പിലും പോവാന്ന്. അപ്പൊ അതാർക്കും സമ്മതമല്ല. ഇപ്പൊ കാശ് വെച്ച് എഴുതിയ 1500 ചേരും. ഞാൻ എന്ത് ചെയ്യും? മറ്റു പിള്ളേരെ പോലെ എനിക്കും കഴിയണ്ടേ? ഒക്കെ ശരിയാവും. ഇപ്പൊ ചേട്ടൻ ഇറങ്ങിയില്ലേ? നിന്റെ പഠിപ്പിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിനക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ചേച്ചിയോട് നാടകം നിർത്താൻ പറയണം. ഇന്നാളിൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ നാട്ടില് ആർട്സ് ഓഫ് ഇനോഗ്രേഷന്റെ നോട്ടീസ് ഉണ്ടെന്നപ്പോ ചേച്ചിയുടെ പടം ഞാൻ ആകെ ഒരുങ്ങിപ്പോയി. അവള് നാടകക്കാരി ആയത് നിനക്ക് വേണ്ടിയാ? അതെ, എന്നാലും ആളുകൾ ഓരോന്നൊക്കെ പറയുമ്പോ എന്റെ തല കുനിഞ്ഞു പോവാ. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? വിശേഷമൊന്നുമില്ല. ചിലപ്പോ അച്ഛന്റെ സ്വഭാവം ഭയങ്കര റിട്ടേണിങ്ങാ. കള്ളും കൊണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. നീ ഇങ്ങനൊന്നും പറയരുത്. മോഹിച്ചതെല്ലാം തകർന്നു പോയ ഒരാളാണ് നമ്മുടെ അച്ഛൻ. നീ മാത്രമാണ് ഒരാശ്വാസം. എന്തെങ്കിലുമൊക്കെ പറയണത് ഉള്ളിലെ വിഷമം കൊണ്ടാ. അല്ല, എന്നോടൊന്നും പറയാറില്ലേ. ഏട്ടനിപ്പോ പോണുണ്ടോ? അല്ല, ഇവിടെ മെസ്സിൽ ഗസ്റ്റ് അല്ലോടല്ലേ? വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോട്ടെ. എങ്കിൽ ഏട്ടൻ വയ്ക്കോ. ആ, തുറക്കടാ. വാതിൽ അടച്ചിട്ട് എന്താടാ പരിപാടി? അപ്പോ അങ്ങനെ ആയിക്കോട്ടെ. രമേശിന്റെ ഏട്ടനാ? ആ, ഒരേട്ടൻ. കണ്ടാൽ അറിയാം നിന്റെ ഏട്ടനാണെന്ന്. നിന്റെ നല്ല ചായ ഉണ്ട്. ആ, ഏട്ടൻ എന്ന് പറഞ്ഞാ വകയൊരു ഏട്ടൻ, അത്രേ ഉള്ളൂ. വാ പോവാ. നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. എന്തെങ്കിലും ഒരു പണി കണ്ടെത്തണം. രമേശനോട് അവന്റെ പഠിപ്പിന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിരിക്കുക. ആ, എന്നിട്ട് അത് മുഴുവൻ പറഞ്ഞില്ല. പിന്നെന്തു പറഞ്ഞു അവൻ? എല്ലാവരും ചോദിച്ചു. അവന് വലിയ സന്തോഷമായി ഞാൻ ചെന്നത്. കൂട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തി. ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ഊണ് കഴിച്ചു. എന്നെ ബസ്സിൽ കയറ്റി ഇരുത്തിട്ടാ പോയത്. വിശ്രമം വേണ്ട, ഏത് നേരവും സംസാരവും ഇരിപ്പും നടപ്പും. എനിക്കിപ്പൊ പണ്ടത്തെക്കാളും വളരെ ഭേദമുണ്ട്. ആ ആയിക്കോ, ഞാനൊന്നും പറയുന്നില്ല. എടീലേ, എന്തൊരുക്കുവാടി ഇത്? 5 മണിക്ക് എത്താന്ന് വാക്ക് പറഞ്ഞല്ലേ? നാടകം 9 മണിക്കാ. 7 മണിക്ക് അങ്ങ് എത്തിയാ മതി. അച്ഛൻ വെറുതെ വേണ്ടാത്ത ഒരു വാക്ക് പറയും. ആ, അച്ഛന്റെ വാക്കുകളൊക്കെ വേണ്ടാത്തതായിരുന്നു. ഞാൻ ഈ ജംഗ്ഷനിൽ കുഞ്ഞാപ്പൂന്റെ കടലുണ്ടാവും, നീ അങ്ങോട്ട് വന്നാ മതി. അങ്ങനെ ഇപ്പൊ വേണ്ട, ചാരയും കുടിക്കാനല്ലേ. എന്റെ ഒരുക്കൊക്കെ തീർന്ന് ഒരുമിച്ച് പോയാ മതി. എടുത്തി ഏറ്റവും വരുന്നുണ്ടോ എന്റെ നാടകം കാണാൻ? ഇല്ല. ഇവിടെ അടുത്തല്ലേ, വേണമെങ്കിൽ പോയി കാണടാ. വേണ്ട, എനിക്കത് കാണണ്ട. ഏടത്തേക്ക് വരായിരുന്നു. എന്നാ കുടുംബം അടച്ചു പോവാം. നീ വരണുണ്ടോ? പോട്ടെ അമ്മേ. എവിടുന്ന് കിട്ടിയ അമ്മേ ഇവക്ക് ഈ ധൈര്യം? ധൈര്യം ഉണ്ടാവും നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന് തോന്നുമ്പോ, നേടാൻ ഒരുപാടുണ്ട് എന്ന് തോന്നുമ്പോ ധൈര്യം ഉണ്ടാവും.